വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നു. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല, എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജിയെ കുറിച്ചൊന്നും പ്രതികരിക്കാനുള്ള ചെയ്യേണ്ടത് ഞാൻ ഔദ്യോഗികമായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. നമസ്കാരം. വീണത് 2 വൻ മരങ്ങളാണ്. അതിലേക്ക് വഴിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് മോശം അനുഭവം നേരിട്ട നടിമാർ 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളും. നിൽക്കക്കള്ളിയില്ലാതെയുള്ള രാജിയാണിത് എന്നതിൽ തർക്കമില്ല. ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിയമ നടപടിയിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതിനിടെ 2018-ൽ മുകേഷ് MLA-ക്കെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉന്നയിച്ച മീറ്റു ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളുകയാണ് മുകേഷ് ആരോപണത്തെ. കൂടുതൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമോ വരും ദിവസങ്ങളിൽ? ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ ശ്രീമതി ആശ ആച്ചി ജോസഫ്, WCC അംഗം, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഒപ്പം ഇതിൽ പരാതി കൊടുത്തിട്ടുള്ള ശ്രീ അജികുമാർ, അദ്ദേഹത്തെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ ആദ്യം 24-ലൂടെ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടിയുടേതായി ഉണ്ടാകുമ്പോൾ പിന്നീട് 24-നോട് തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് ഇങ്ങനൊരു കൂടിക്കാഴ്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ്? താങ്കൾക്കത് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നു, അതിനുശേഷം താൻ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഥാപാത്രത്തിന് പറ്റിയ ആളാണോ എന്നൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നീട് അതിന് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ തൻ്റെ അസിസ്റ്റന്റിനോട് ഈ കാര്യം അന്ന് അറിയിക്കാൻ പറഞ്ഞു. അതിനെ തുടർന്ന് അവർ ക്ഷോഭിച്ച് പ്രതികരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അന്ന് അദ്ദേഹം തള്ളുന്നു. രാജിയുടെ ഒരാവശ്യം പോലുമില്ല, ഇത് വെറും ഒരു ആരോപണം, അത് കള്ള ആരോപണം എന്ന നിലപാട് അന്ന് രഞ്ജിത്ത് സ്വീകരിച്ചു. പിന്നീട് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ തുടക്കം മുതൽ, താൻ എന്ന് മുതൽ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായോ അന്ന് മുതൽ തുടങ്ങിയ വേട്ടയാടലാണ്. ഇവിടെ അദ്ദേഹം ഇരയായി മാറുന്നു. വേട്ടക്കാർ മറ്റൊരു സംഘമാണ്. ആ സംഘത്തിൻ്റെ നടപടിയുടെ ഫലമാണ് കഴിഞ്ഞ വർഷങ്ങൾ നീണ്ട അവരുടെ പ്രവർത്തനം, അതിൻ്റെ ഫലമാണ് ഉണ്ടായിട്ടുള്ള ഈ ആരോപണം. ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അതിൻ്റെ നിജസ്ഥിതി തെളിയിക്കും, സത്യം തെളിയിക്കും എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം രാജിവെക്കുകയാണ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന പ്രതികരണം താങ്കൾക്കറിയാം. പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ആദ്യം ഇന്നലെ പ്രഗത്ഭനായ സംവിധായകൻ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. അങ്ങനെ കേസെടുത്ത് വെറുതെ ഒരു ആരോപണം വന്നാൽ കേസെടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ആരോപണം തെളിഞ്ഞാൽ നടപടിയിലേക്ക് പോകാം എന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് വന്ന് സ്വമേധയാ രഞ്ജിത്ത് രാജിവെക്കുകയാണ്. ഇവിടെ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നിൽക്കക്കള്ളിയില്ലാതെയുള്ള രാജി, അതിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൊണ്ടുചെന്നെത്തിച്ചത് ശ്രീ റെജി ലൂക്കോസ്? അനുജനെ 2 രീതിയിൽ കാണണം. ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായിരുന്നു, യാതൊരു തർക്കമില്ല. അദ്ദേഹത്തിന് മുൻ മാതൃകകളുണ്ട്. അദ്ദേഹം മാത്രമൊന്നും അല്ല ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ രാജിവെക്കുന്നത്. അദ്ദേഹത്തിന് മുൻപ് രാജിവെച്ച നിരവധി പേരുണ്ട്. സാക്ഷാൽ സജി ചെറിയാൻ തന്നെ, നിരപരാധിയായ സജി ചെറിയാന്റെ വായിൽ നിന്നും വന്നൊരു ചെറിയ വാക്കിന്റെ പേരിൽ ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചു. പിന്നീട് കോടതി അദ്ദേഹത്തിനെ കുറ്റമുക്തനാക്കി. അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നൊരു മാതൃക ഇവിടെയുണ്ട്. അദ്ദേഹം സിനിമാ മന്ത്രിയാണ്. അതുകൂടാണ്ട് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 3 മന്ത്രിമാർക്ക് അനുഭവം ഉണ്ട്. അതിലൊരു മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട കുബേറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാസ്തവത്തിൽ ഞാൻ തുറന്നു പറയുവാണ്, ആര് എതിർത്താലും അദ്ദേഹം നിരപരാധിയായിരുന്നുള്ള വളരെ വ്യക്തമാണ്. 42 വീട്ടുകാർക്ക്
ഒരു വഴി കൊടുക്കാനായിട്ട് 1 സെന്റിനകത്ത് മണ്ണിട്ടതിന് അല്ല, താങ്കൾ ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? രാജികളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അതിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്, രഞ്ജിത്ത് സ്വീകരിച്ച നിലപാട് എന്താണ്, ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്, അതിനെക്കുറിച്ചാണ്. അതിലേക്ക് തീർച്ചയായിട്ടും ഞാനതിന്റെ ചില കാരണങ്ങൾ, അദ്ദേഹത്തിന് മാതൃകാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മുൻകാല അനുഭവങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ആരോപണം വന്നു, അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം രാജിവെച്ചെന്നുള്ള മന്ത്രി സജി ചെറിയാന്റെ വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ആ രാജിവെക്കാനുള്ള സമയമായിട്ടേ ഉള്ളൂ. രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ കാലം മുതൽ അദ്ദേഹത്തിന് വേട്ടയാട് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി പലരും ചോദ്യം ചെയ്തു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവർക്കെതിരെ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. അതുകൊണ്ട് അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ച് അദ്ദേഹം തെറ്റുകാരല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള വലിയ സംഭാവനകൾ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംവിധായകൻ, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിനെ അദ്ദേഹം ന്യായീകരിക്കുന്നില്ല, അല്ല അദ്ദേഹം രാജിവെക്കുന്നത് ശരിയല്ല എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം രാജിവെക്കേണ്ടത് തന്നെയായിരുന്നു. എന്റെ മാത്രം അഭിപ്രായമല്ല, ഇടതുപക്ഷത്തെ മിക്കവാറും എല്ലാ ആളുകളുടെയും പൊതുസമൂഹത്തിന്റെ ആവശ്യമായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് കുണ്ടിതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം ആരോപണങ്ങൾ ആർക്കെതിരെയും വരാം. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു 24 ഈ വെളിപ്പെടുത്തൽ വന്നത്. ഐ അപ്രീഷിയേറ്റ് 24 ചാനൽ ഫോർ ദാറ്റ് ആക്ടിവിറ്റി. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അത് പിന്നീട് അവർ പല മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി. ഇന്നും അവരുടെ കുറിപ്പ് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ ലൈംഗികമായിട്ട് തന്നെ പീഡിപ്പിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ശ്രമം നടത്തി എന്നാ പറഞ്ഞത്. അത് ആ കാര്യങ്ങൾ മുഴുവൻ അവർ പറഞ്ഞു. കൂടാതെ ഇന്നലെ 24 എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കുന്നത് അതാണ് ശ്രീ റെജി ലൂക്കോസ്. ഇപ്പൊ ഈ രാജി വൈകിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ തന്നെ ഇപ്പോൾ LDF-ൽ തന്നെയുള്ള ഘടകകക്ഷികളിൽപ്പെട്ട നേതാക്കൾക്ക് പോലും ആ അഭിപ്രായമുണ്ട്, ഈ രാജി വൈകി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടരാൻ പാടില്ല. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതായത് രാജി വൈകി എന്ന് പറയുമ്പോൾ അത് ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിലിപ്പോൾ ഈ വേട്ടക്കാർ എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നവരൊന്നും അല്ല ഇത് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ രാജിവെക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. കാരണം ഇടതുപക്ഷ രാജ്യത്തിനോട് സർക്കാർ എന്ന് പറയുന്ന സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ, അല്ലെ അദ്ദേഹത്തിനേക്കാൾ ഒരു പിടി മുന്നിലുണ്ടായിരുന്ന ആ കാലത്തെ ഒരു നടനെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോഴത്തേക്കും മറ്റൊരു കോടതിയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ധാർമ്മികത കാണിച്ച സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ. ഇപ്പം അനുജ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ WCC എന്ന് പറയുന്ന ഒരു വനിതാ സെക്രട്ടറി, അവരെ ഞാൻ ആദരവോട് പറയാം, അവർക്ക് ബിഗ് സല്യൂട്ടാ. അവരുടെ ഫൈറ്റാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അവരും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. അവരുടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹേമ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങളും ആ കമ്മിറ്റി നിർദ്ദേശങ്ങളും പുറത്തു വന്നപ്പോൾ, കോടതിയുടെ ഇടപെടലിൽ നിന്നുള്ള പുറത്തു വന്നപ്പോൾ ഇന്നിപ്പോ വലിയ പല ബിംബങ്ങളും, അത് തെറ്റോ ശരിയൊന്നും വ്യാഖ്യാനിക്കാൻ ഞാനല്ല, നിയമത്തെ ആണ് തീരുമാനിക്കേണ്ടത്. അവരുടെ എല്ലാം മുഖങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് 24 ചാനലിൽ വാസ്തവത്തിൽ പറയാണെന്ന് ഇന്നലെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, യൂട്യൂബിലാണ് കണ്ടത്. ഞാൻ വേറെ ചാനലായിരുന്നു. ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങള്, ആശ്മിയുടെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങള് തല മരച്ചുകൊണ്ടാണ് എന്റെ വൈഫാണെന്നുണ്ടെങ്കിൽ പകുതി കേട്ട് എഴുന്നേറ്റ് പോയി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അത് കണ്ടത്. അപ്പൊ അതൊക്കെ നടപടികളിലേക്ക് കിടക്കുകയാണ്. സിദ്ദീഖും പറഞ്ഞ എന്താ, ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞു. മോസ്റ്റ് വെൽക്കം. അദ്ദേഹത്തെ നിരപരാധിയാണെങ്കിൽ, അവർ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ബുദ്ധിമുട്ടാണെന്ന്. കാരണം തെളിവ് തന്നെ സിദ്ദിഖിനെതിരുണ്ടെന്ന് പറഞ്ഞു ആ നടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് അത് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. രഞ്ജിത്തിനെ സംബന്ധിച്ചോളം രഞ്ജിത്തിന്റെ കാര്യത്തിൽ ആ നടി തന്നെ പറഞ്ഞിരിക്കുന്നു തന്നെ പീഡിപ്പിച്ചിട്ടില്ല, പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ശ്രമങ്ങൾ പോലും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കുറ്റകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് രഞ്ജിത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ രാജിയിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ ഞാൻ വെൽക്കം ചെയ്യുന്നു. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ, അദ്ദേഹം തിരിച്ചു വരട്ടെ. അത് അനാവശ്യമായിട്ട് ഒരാളെ ക്രൂശിക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ഇതിലിപ്പോൾ ഈ സർക്കാർ അല്ലെങ്കിൽ മന്ത്രി പറയുന്നത് പോലെ അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് ഒഴിയുകയായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണവും പിന്നെ ഇന്ന് നടത്തിയ പ്രതികരണവും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. ഇത് സ്വമേധയാ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ മന്ത്രി പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വമേധത്തെ എടുത്ത് തീരുമാനമായിരിക്കാം. അതിനൊരു തെളിവ് ഞാൻ പറയും. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഇതേ ഒരു റിസോർട്ടിൽ വയനാട്ടിലുള്ളപ്പോൾ 24 സൈസുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ റിസോർട്ടിന്റെ അവിടെ പോയി യൂത്ത് കോൺഗ്രസുകാരുടെ സമരം ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ഔദ്യോഗിക ബോർഡ് അഴിച്ചു മാറ്റിയ കാർ അവിടുന്ന് പോയി. അപ്പൊ തന്നെ അറിയാം അദ്ദേഹം രാജിയിലേക്ക് അടുക്കുകയാണെന്നുള്ളത്. പിന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാൻ
അദ്ദേഹത്തിന് കോഴിക്കോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ഇന്നലെ തന്നെ തീരുമാനം എടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഒരു പക്ഷേ മെസ്സേജ് പോയിട്ടുണ്ടാവും. ഇതിനൊന്നും തെളിവുകളൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, UDF അല്ല ഇത് ഭരിക്കുന്ന, കേരള LDF ഭരിക്കുന്നത്. മിനിങ്ങാന്നാണ് ശ്രീ റെജി ലൂക്കോസ് ആരോപണം പുറത്തു വന്നത് മിനിങ്ങാന്നാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോഴാണ് അദ്ദേഹം വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ ഇതിലൊരു രാജിയുടെ കാര്യമേയില്ല. ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന തരത്തിലേക്ക് നിലപാടെടുത്തയാളാണ് ഇന്നിപ്പോൾ രാജിവെച്ചൊഴിയേണ്ടി വന്നത് എന്നുള്ളിടത്താണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും ന്യായീകരിക്കാൻ ഒരു വരി കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ എന്തിനു വേണ്ടി ന്യായീകരിക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്. അനുജയുടെ ചോദ്യം വളരെ വാലിഡിറ്റിയുള്ള ചോദ്യമാണ്. ഞാൻ അതിന് മറുപടി പറയാം. ഇന്നലെ രാവിലെ തന്നെ ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നതിന്റെ ശക്തമായ ഭാഷ ഞാൻ പ്രതികരിച്ചതാണ്. കാരണം ഒരു നടി, അതും കൽക്കട്ടയിലുള്ള ഒരു നടി, ആ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളെ വിവരിച്ചുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അവര് പേര് വരെ ഉന്നയിച്ച് പ്രഖ്യാപനം നടത്തിയപ്പോൾ അവർ ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ അവരിപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിക്കണം. സ്വാഭാവികമായിട്ട് അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെക്കണം എന്നുള്ളവരും നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടു. ഞാൻ മാത്രമല്ല, പല ഇടതുപക്ഷത്തു നിന്നുള്ളവരും ആവശ്യപ്പെട്ടു. അത് കറക്റ്റ് ആയിരുന്നു. അല്പം വൈകി എന്നുള്ള ചിന്ത എനിക്കുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇന്നലെ അദ്ദേഹം അത് തയ്യാറായി. ഇന്നാണ് അദ്ദേഹം രാജിവെച്ചെന്ന് മാത്രമേ സാങ്കേതികമായിട്ട്. അതുകൊണ്ട് സജി ചെറിയാനെ എന്തിനാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയെ അകാരണമായിട്ട് പലരും കുറ്റപ്പെടുത്തും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം തുറന്ന് സംസാരിക്കും. അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. പക്ഷെ ആ സത്യാവസ്ഥ എന്താണ് ആ മന്ത്രി പറഞ്ഞതിനകത്ത്? ഞാൻ ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രിയുടെ ആക്രമിക്കുന്നത്? അദ്ദേഹം ഇന്നലെ എന്താ പറയുക? അദ്ദേഹം ഒരു നല്ല കലാകാരനാണ്. അത് ശരിയല്ലേ? ആ കലാകാരനോട് വാക്ക് ഉപയോഗിച്ചതിന്റെ പേര് അദ്ദേഹം പ്രഗത്ഭനായ സംവിധായകനാണോ, ഇന്ത്യ കണ്ട ഇതിഹാസ തുല്യനായ സംവിധായകനാണോ എന്നുള്ളതല്ലല്ലോ, അതിലുള്ള വിലയിരുത്തലാണോ ഇപ്പോൾ നടക്കുന്നത്? അത് പറയേണ്ടുന്ന സമയമാണോ ഇത് എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം പ്രഗത്ഭനായ കലാകാരനാണോ സംവിധായകനാണോ എന്നുള്ളതിലുള്ള തർക്കവും ഡിബേറ്റും അല്ല എന്നതാണ് പറയുന്നത്. അത് ഈ സമയത്താണോ പറയേണ്ടത്? ഗുരുതരമായ ഒരു ആരോപണം വന്ന ഒരു അവസരത്തിൽ, അതും നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ ഇത്ര ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാതെ അതിനു പകരം അദ്ദേഹം പ്രഗത്ഭനായ ഒരു സംവിധായകനാണ്, ഇനി ആരോപണം വരട്ടെ, അപ്പോൾ നമ്മൾ കേസെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അതല്ലാതെ ഇപ്പൊ ഇങ്ങനെ കേസെടുക്കും എന്ന് പറയുന്നിടത്തല്ലേ വിമർശനം റെജി ലൂക്കോസ്? ശരിയാണ്. ഞാൻ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്ന ആളാണ്. അത് ബഹുമാനപ്പെട്ട പ്രഗത്ഭനാണോ എന്നുള്ളത് പറയേണ്ടുന്ന സാഹചര്യമാണോ ഇത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ വിമർശനത്തിന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു. അത് മോസ്റ്റ് വെൽക്കം ആയിട്ട് തന്നെ ഉൾക്കൊള്ളുന്നു. അദ്ദേഹം മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് ഭയമാണ് മാധ്യമങ്ങളെ കാണാൻ. കാരണം അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നല്ല മിടുക്കനായ മന്ത്രിയാണ്, മനുഷ്യത്തോടൊരു മന്ത്രിയാണ് അദ്ദേഹം. അത് ഉടനെ തിരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഏത് വമ്പനായാലും നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആർജവല്ലേ? അപ്പൊ നമ്മൾ ഒരു ചെറിയ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നതാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്നു. ഇപ്പോ താങ്കൾ തന്നെ പറയുന്നത് പോലെ നമുക്കൊക്കെ അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇടതുപക്ഷം എന്നുള്ളത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പണ്ട് മുതൽ എന്താണ് അവരുടെ നിലപാടെന്നത് നമുക്കറിയാം. ഇനി ഇവിടെ പോലും ഈ വനിതാ മതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. കൂടാതെ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ ഈ സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി. അതൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴാണ് ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ഇനിയിപ്പോൾ അത് പരാതിയുമായിട്ട് വരട്ടെ, അതല്ലാതെ നമുക്ക് കേസെടുത്താൽ അത് സോളാർ കേസൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഉദാഹരിക്കുന്നത് റെജി ലൂക്കോസ്. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, അതിനൊന്ന് ശ്രദ്ധിക്കണം. BBC വേൾഡ് വൈഡ് ആയിട്ടുള്ള നമ്പർ 1 ചാനലാണ് BBC. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്ത ചിത്രസഹിതം അവർ കൊടുത്ത ഡിസ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വനിതാ നടികളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ കുറിച്ച്, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ, നോട്ട് എ കമ്മിറ്റിയെ, അത് പ്രഗത്ഭരായ 3 പേര്, മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള 3 വനിതാ രംഗങ്ങളെ നിർത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവർ കൊടുത്തു. അപ്പൊ അതിന്റെ വാലിഡിറ്റി വേൾഡ് വൈഡ് ആണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല. അങ്ങനെ ചെയ്ത ഒരു സർക്കാരിനാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന്റെ പേരിലും അതിനെ നിയോഗിച്ചതിന്റെ പേരിലല്ലേ ഇന്നിപ്പോ വ്യാപകമായിട്ട് തന്നെ പെൺകുട്ടികൾ ധൈര്യത്തോടുകൂടി തന്നെ അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. നടികൾക്ക് ശങ്കൂറ്റം ഉണ്ടായത് അല്ലെ, അവർ ഭയന്ന് മാറി നിൽക്കുമല്ലായിരുന്നോ? എത്രയോ നമ്മൾ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുന്നു, ധൈര്യപൂർവ്വം തെളിവുണ്ടെന്ന് പറഞ്ഞു വരുന്നു. അതിനൊക്കെ കാരണമായത് ആരാണ്? ഈ LDF സർക്കാരിലെ തിലകൻ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു, മഹാനടൻ. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ നടന്മാരുടെ മുമ്പിൽ ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീമതി ആശ. ഇപ്പോ ഈ കാര്യത്തിൽ ഒരു സെക്കൻഡേ ഉള്ളൂ. അതായത് ആ നടനെ ബഹിഷ്കരിച്ചപ്പോൾ അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ, അദ്ദേഹത്തിനെതിരെ, ആ ബഹിഷ്കരണത്തിനെതിരെ ആ മന്ത്രിയോ ഒരു പേരുടെ അനക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കേ. കേരളത്തിന്റെ മഹാനടന്റെ അഭിനയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരമല്ലേ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്?
അതല്ല LDF സർക്കാർ. ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി അവരോട് ചോദിച്ചോളൂ. ശ്രീമതി ആശ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് രൂപീകരിക്കാൻ സർക്കാർ കാണിച്ച ആ ഒരു ആർജവം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ പറയുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അതിൽ കഴിഞ്ഞ വർഷങ്ങൾ 2019 സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷം കഴിഞ്ഞിട്ടും ആ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അത് റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. അത് റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്? അതിനിടെയായ സാഹചര്യം എന്താണ്? വീണ്ടും അത് ഏത് തരത്തിലേക്കൊക്കെ കോടതിയിലേക്ക് പോയി? ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ സർക്കാർ കാണിച്ച ആ ഒരു സർക്കാർ എടുത്തൊരു മുൻകൈ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആദ്യമായി ഇങ്ങനൊരു പ്രശ്നങ്ങൾ പഠിക്കാൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പിന്നീടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ വിമർശനം ഉന്നയിച്ചതും. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സർക്കാർ ഈ തരത്തിലേക്ക് മറച്ചു വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നില്ലേ? കാരണം കൂടുതൽ നടിമാർ ഈ കാര്യം തുറന്നു പറയാൻ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതിന് ഇപ്പോൾ WCC പറയുന്നത് ഒരു നടിയുടെ പോരാട്ടം, തീർച്ചയായും അത് നമ്മൾ അവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്, ഒരു തർക്കവുമില്ല. അതേ തുടർന്നാണ് ഈ കമ്മിറ്റിയിലേക്ക് വന്നതും എന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ നിയമ സംവിധാനം ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ കൂടി സ്ത്രീകൾക്ക്, നടിമാർക്ക് വന്നിട്ടുണ്ടാകുമോ? ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ താങ്കളുടെ ടേക്ക് എന്താണ്? തീർച്ചയാണല്ലോ, അങ്ങനെ നടക്കാതെ ഇരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതായത് വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ പാർശ്വസ്ഥിതരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇന്നത്തെ ലോകത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയും ഇന്നത്തെ അധികാര വ്യവസ്ഥകളും എപ്പോഴും, അതായത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, വീണ്ടും വലതുപക്ഷത്തേക്ക് ചായുക, അതായത് അധികാരപ്രമത്തതയോടുകൂടി അവകാശങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിഷേധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഭൂതകാലത്ത് മുഴുവൻ നമ്മൾ അനുഭവിച്ചത്, അതായത് നമ്മൾ പറയും കാർപ്പറ്റിനടിയിലെ അസ്ഥികൂടങ്ങൾ മുഴുവൻ പുറത്തു വരുന്നു, ക്ലോസറ്റിലെ അസ്ഥികൂടങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് WCC ഇത് എന്താ പറയണത്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും എന്നൊന്നും അന്ന് മുൻകൂട്ടി കണ്ടിട്ടില്ല. എങ്കിൽ പോലും നമ്മളുടെ ആവശ്യം പൂർണ്ണമായിട്ടും ഇങ്ങനെയൊരു വളരെ കൃത്യമായ ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ, ഇൻഫർമേഷൻ്റെ പശ്ചാത്തലത്തിൽ നോക്കൂ, ഇൻഫർമേഷനാണ് നമുക്ക് നോളജ് ഉണ്ടാക്കി തരുന്നത്. ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നോളജ് ഉണ്ടാവില്ല, വിസ്ഡം ഉണ്ടാവില്ല. അതായത് നമ്മുടെ സമൂഹത്തിന് മുഴുവനും പുതുതായിട്ടുള്ള വിസ്ഡം പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം. അതിന് പുറകിൽ പ്രവർത്തിച്ചവർ തന്നെ അതിന് വളരെ നല്ല ഉദാഹരണങ്ങളാണ്. വളരെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ജസ്റ്റിസ്, അതുപോലെ വളരെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇവിടുത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ, അതുപോലെ തന്നെ വളരെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നടി, ഇവർ 3 പേരും ചേർന്നിട്ട് ഉണ്ടാക്കിയ ആ റിപ്പോർട്ടിൽ ഇതിൽ ഇൻസൈഡർ വ്യൂവുമുണ്ട്, ഔട്ട്സൈഡർ വ്യൂവുമുണ്ട്, എംപത്തറ്റിക് വ്യൂവുമുണ്ട്, അതേപോലെ തന്നെ റൈറ്റ്സ് കൺസിഡറേഷൻ വളരെ ഗൗരവമായിട്ടുണ്ട്. ഇതെല്ലാതുമാണ് ഈ റിപ്പോർട്ടാക്കി മാറ്റുന്നത്. അത് തീർച്ചയായിട്ടും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ അന്ന് ഇത് തുടങ്ങിയപ്പോൾ, അതായത് 2018-19 കാലഘട്ടത്തിൽ ഈ റിപ്പോർട്ടിന് വേണ്ടി അവർ ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അവർ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം കൃത്യതയോടുകൂടി, എംപത്തറ്റിക്കായിട്ട്, സഹിഷ്ണുതയോടുകൂടി മറ്റുള്ള ഈ നമ്മുടെ സിനിമാ മേഖലയിലെ ആൾക്കാർ അവരോട് അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, അതായത് പലരും പേപ്പർ പബ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്, പലരെയും വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരോട്
നിരുപാധികം പോയി കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് ഓക്കെ ആയിരുന്നു. എനിക്കറിയാം, കാരണം ഞാൻ WCC ഫൗണ്ടർ മെമ്പർ ആണെന്നുൾപ്പെടെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്നെ അവർ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല. ഞാൻ അവരോട് പോയി സംസാരിക്കുകയാണ് ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞത് ഇവിടുത്തെ ഞാനൊരു ഇൻസൈഡറും ഔട്ട്സൈഡറുമാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പോയി പറയുകയാണ് ചെയ്തത്. അതേപോലെ എല്ലാവർക്കും അവസരമുണ്ടായിരുന്നു. ഇത്രയും ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരുമ്പോൾ, അതുപോലെ ഗവൺമെൻറ്റിനറിയാം, ഗവൺമെൻറ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ആൾക്കാർക്കറിയാം. ഇന്നിപ്പോൾ ഫെഫ്ക പുറപ്പെടുവിച്ചിരിക്കുന്ന ആ കത്തിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം. ഇത് ഒരു വർഷം ഇവിടെ നിലനിന്ന ഒരു വളരെ കൃത്യമായ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു കമ്മിറ്റിയാണ്. അത് നിലനിന്നപ്പോഴും അതിന് ശേഷവും നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 4 വർഷം ഈ റിപ്പോർട്ട് എവിടെയായിരുന്നു എന്ന് നമ്മളെ പ്രഗത്ഭനായ വിതിൻ കോട്സ് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ എന്നാണ്. അത് പുറത്തു വന്ന ദിവസം മന്ത്രി പറഞ്ഞ വാചകമാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഉത്തരവാദിത്തമുള്ള, ഇത്രയും അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഈ ഇൻഡസ്ട്രി നന്നായി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും അന്ന് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നോ അത് ആ രീതിയിലേക്ക് നടപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതിലിപ്പോ ഇപ്പോഴും പീഡനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അത് വർഷങ്ങൾക്ക് മുൻപുള്ള പീഡനത്തിന്റെ കാര്യം പുറത്തു വരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്നതും ഇങ്ങനെ ഒരുപാട് പീഡനത്തിന്റെ കഥകൾ ഇനി പുറത്തു വരാനുള്ളതുണ്ട്. ഇതിനോടകം തന്നെ പുറത്തു വന്നത് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞാനൊരു പോയിന്റും കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അതിനോട് ചുറ്റുവട്ടത്തായിട്ട്, അതിനോട് പാരലായിട്ട് നമ്മൾ ചെയ്ത വേറൊരു കാര്യം, WCC ചെയ്ത വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോർട്ടിൽ പോവുകയാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന, വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ICC അല്ലെങ്കിൽ IC ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹാരസ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ നീതിന്യായ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നിയമ പരിരക്ഷയാണ്. ആ നിയമ പരിരക്ഷ നമുക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാജിവെച്ചവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് AMMA നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളെ കുറിച്ചിട്ട് അറിയാം. ഫെഫ്ക എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാം. ഫെഫ്ക എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് വളരെ നല്ല രീതിയിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം, വളരെ നല്ല കാര്യം. പക്ഷേ ഞാൻ പോയിട്ടുള്ള കമ്മിറ്റികളിലൊക്കെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ WCC ഹൈക്കോർട്ടിൽ പോയതിന് ശേഷം സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈക്കോർട്ട് എല്ലാ സംഘടനകളോടും ഗവൺമെൻറ്റിനോട് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങളിവിടെ IC ഉണ്ടാക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞതനുസരിച്ച് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ. അതായത് എല്ലാ സിനിമകളിലും IC ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല AMMA അംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ കൃത്യമായിട്ട് അറിയാവുന്ന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ WCC അംഗങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ, മിക്ക മോണിറ്ററിംഗ് കമ്മിറ്റികളിലും AMMA അംഗങ്ങൾ പ്രസൻറ്റേ അല്ല. ഫെഫ്ക അംഗങ്ങളെ കണ്ടിട്ട് വല്ലപ്പോഴും വന്നെങ്കിലായി. പിന്നെ ഉള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ പറയുന്ന ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സുമാണ്. ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഗതികേട് കൊണ്ട് ഒരു രക്ഷയുമില്ലാതെയാണ് മീറ്റു പോലെയുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാത്ത പോലെയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഈ പെൺകുട്ടികളൊക്കെ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ. അതായത് ഞങ്ങളെയാണോ പറയുന്നത്? ഞങ്ങൾക്കറിഞ്ഞുകൂടാ, ഇവിടുത്തെ കാര്യങ്ങൾ
ഇങ്ങനെയല്ല, ഇവിടെ ആരും കഥകിൽ തട്ടിയിട്ടില്ല, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിഞ്ഞാന്ന് വരെ സംഭവിച്ചുകൊണ്ടിരുന്ന ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കാണ് അറിയുക? ഇവരെന്താണ് ഇതൊന്നും അറിയാത്ത പോലെ നടിക്കുന്നത്? എന്താണ് ഇവിടെ ഗവൺമെന്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഓക്കെ, ഗവൺമെന്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും ഈ 4.5 വർഷം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബാക്കിയുള്ളവർ, അതായത് ഗവൺമെന്റിന് ഒട്ടും റെഗുലേറ്ററി കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ആണെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി വരെ, അതുപോലെയുള്ള കമ്മിറ്റികൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ ഇൻഡസ്ട്രി ഉള്ളിലുള്ളവർ തീരുമാനിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവർ ഇത് തീരുമാനിക്കാതെ അതിന് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല, എലിഫന്റ് വിതിൻ ദ റൂം എന്ന് പറയുന്നല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യമേ ഒന്നും നടക്കുന്നില്ല, ഇതിലൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നാൽ മതി എന്നുള്ള രീതിയിൽ നടന്നിട്ട് മിനിഞ്ഞാന്ന് വരെ നടന്നിട്ട് ഇന്നലെ അയ്യോ എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയും ഇല്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനൊരു ഇടവേള എടുക്കുന്നു. ഒപ്പം ഫാദർ അഗസ്റ്റിൻ വട്ടോളി കൂടി തത്സമയം ചേരുകയാണ്. ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഇപ്പോൾ ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിക്കുണ്ടായ ദുരനുഭവം, അത് 2009 തന്നെ അറിഞ്ഞ വ്യക്തിയാണ് താങ്കൾ. അന്ന് അവർക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്നു. വാർത്താ സമ്മേളനം നടത്തി വേണമെങ്കിൽ ഇക്കാര്യം തുറന്നു പറയണമെങ്കിൽ അതിന് പിന്തുണയുണ്ട് എന്നറിയിച്ചു. പക്ഷേ അന്ന് അതൊന്നും ഉണ്ടായില്ല. വള്ളി പുള്ളി തെറ്റാതെ വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോഴും താങ്കളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. അന്നും താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയമ നടപടിയിലേക്ക് പോയാൽ അതിൽ പരിപൂർണ പിന്തുണയുമായി ഒപ്പം നിൽക്കും എന്നുള്ളത്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ താങ്കൾ സംശയം പ്രകടിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായി സ്വന്തം തീരുമാനത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ സ്വമേധയാ രഞ്ജിത്ത് രാജിവെച്ചു എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? താങ്കൾ ഇത് സ്വമേധയാ അദ്ദേഹം രാജിവെച്ചു പോയി എന്ന തരത്തിലേക്ക് താങ്കൾ അതിനെ കാണുന്നുണ്ടോ? ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇവരുടെ രാജി പ്രഖ്യാപിച്ചത് സ്വന്തം നിലയ്ക്കല്ല എന്ന് നമുക്കറിയാലോ. അത്രയും പ്രഷർ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, പ്രതിപക്ഷത്തു നിന്നും, പിന്നെ സിവിൽ കേരളത്തിലെ സമൂഹം ഈ വിഷയം ഉണ്ടായതിനു ശേഷം അത്രയും രോഷാകുലമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. 2018 കന്യാസ്ത്രീ സമരം ഉണ്ടാവുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം, ഈ ബിഷപ്പ് ഫ്രാങ്കോ, കേരളത്തിലേക്ക് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അഭൂതപൂർവമായ ജനകീയ പിന്തുണയോടുകൂടി ഒരുപക്ഷെ അന്ന് 14 ദിവസം ഒരു 700 ചില്ലാൻ സംഘടനകൾ ആ സമരസ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് വലിയ സമരവും അത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതമായത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ, ഇത് അവർ തുറന്നു പറഞ്ഞ ആ നിമിഷത്തിൽ ഗവൺമെന്റിനെ താറടിക്കേണ്ട കാര്യമില്ല. ഈ പദവി, ഞാൻ നിൽക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്, ജനങ്ങളുടെ പണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്നത്, അവരുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ പദവിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ നിമിഷത്തിൽ തന്നെ ഞാൻ പിൻവാങ്ങുകയാണെന്ന് ആ നിമിഷം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ധാർമ്മികത പറയാമാണ്. പക്ഷെ എനിക്ക് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് WCC എന്ന് പറയുന്ന ആ സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ആശ അച്ചി ജോസഫ് ഇരിക്കുന്നുണ്ട്. ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്ക് തന്നെ ആ WCC രൂപീകരിക്കപ്പെട്ടിട്ട് അതിലുള്ള കുറച്ച് സ്ത്രീ, അതിന് മുന്നോട്ട് നയിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യഥ, അവർ കടന്നു പോകുന്ന അതിതീവ്രമായ സംഘർഷങ്ങൾ, ഈ സംഘർഷങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഈ കേരള സമൂഹം ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണിത്. സ്ത്രീ വിരുദ്ധത ഓരോ കോശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അത് മതപാഠശാലയിൽ തുടങ്ങി അത് നാട്ടിലും വീട്ടിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശത്തിലും. ഇപ്പോ ഞാൻ ഈ പറയുന്ന എനിക്ക് തന്നെ എന്റെ ഉള്ളിലുള്ള സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എത്രയോ കാലത്തിന് ശേഷമാണ് വൈദികനായതിനൊക്കെ ശേഷം ഒരുപാട് സ്ത്രീകൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മളെ ഈ വിരുദ്ധത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് WCC ചെയ്ത വലിയ ഒരു പ്രവർത്തനം,
നിശബ്ദമായി. കാരണം ആ പ്രവർത്തനങ്ങളൊന്നും ഇപ്പൊ വെളിച്ചത്ത് വരില്ല. നമ്മൾ അതിന്റെ റിസൾട്ട് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇത് കാണുന്നത് കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആശ ആച്ചി ജോഫ് അടക്കമുള്ള ആൾക്കാർ ഒരു പക്ഷേ നമ്മൾ അതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഇപ്പോൾ ഇന്ന് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാലമായി, അതായത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയപ്പോൾ മുതൽ താൻ വേട്ടയാടപ്പെടുകയായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ നിരന്തരമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്കത് വളരെ കൃത്യമായി തന്നെ അറിയാം ഇത് എന്നാണ് ഇങ്ങനെ ഒരു ആരോപണം, ഈ സംഭവം ഉണ്ടായതെന്നും ആ അടുത്ത ദിവസം തന്നെ ഇത് അറിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇതൊന്നും നിലനിൽക്കില്ല എന്നത് ഏറ്റവും കൃത്യമായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഇതിന് വലിയ ഡാമേജ് തനിക്കുണ്ടായിട്ടുണ്ട്, അത് എളുപ്പം മാറുന്നതല്ല, പക്ഷേ സത്യം തെളിയിക്കും, നിയമ നടപടിയിലേക്ക് പോകുമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഇര പരിവേഷം സൃഷ്ടിച്ചിവിടെ നിൽക്കുകയാണ്. മറ്റുള്ളവർ മുഴുവൻ വേട്ടക്കാരായി അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ളത് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ പറയുന്ന കാര്യത്തിൽ ഒരു കഴമ്പില്ല എന്ന്. കാരണം 2009 ഈ സംഭവം നടന്നിട്ട് അന്നത്തെ സാഹചര്യത്തിൽ ആ നടി അത്രയും ഷോക്ക്ഡ് ആയിട്ടും അത്ര മെലങ്കോളിക്കായി, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ജോഷി ജോസഫിന്റെ ആ വാക്കാണ്, അത്രമാത്രം അവര് തകർന്ന് തരിപ്പണമായിട്ടാണ് ഇവിടുന്ന് പോയത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി വന്ന് അവരെന്തിന് തിരിച്ചു പോകണം? കാരണം അവര് ഇപ്പൊ ഒഡീഷന് വേണ്ടി വിളിച്ചു എന്ന് ഇപ്പൊ രഞ്ജിത്ത് പറയുന്നുണ്ട്. ഒഡീഷന് വേണ്ടിയിട്ടല്ല അവരെ വിളിച്ചത്, അവരെ കാസ്റ്റ് ചെയ്ത് അവർക്ക് പാരീസിലടക്കം പോകേണ്ടി വരും, അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി കാരണം അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്രയോ പേരെ അവരുടെ ഫോട്ടോ കണ്ട് അവരുടെ അതിൽ ആ ഭാഗം അഭിനയിക്കാനുള്ള അവരുടെ കഴിവ് അതെല്ലാം പരിശോധിച്ച് അങ്ങനെയാണ് ബംഗാളിൽ നിന്നുള്ള നടിയെ അവർ തീരുമാനിക്കുന്നത്. ആ തീരുമാനം എത്രയോ പല ഘട്ടങ്ങളിലൂടെ എത്രയോ മനുഷ്യരിലൂടെ കടന്നു ചെന്നിട്ടാണ് ഇത്രയും വിഖ്യാതയായ ഒരു നടിയാണ് അവര് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതല്ല. അവിടെ പ്രസഞ്ജിത്ത് എന്ന് പറയുന്ന ബംഗാളിലെ ഏറ്റവും വലിയ പ്രമുഖയായ ഒരു നടി തന്നെയാണ്. മാത്രമല്ല ഇതിൽ ഈ കഥാപാത്രം, ഇതിൽ നായക നടന്റെ കാമുകി വേഷം അഭിനയിക്കുന്ന ഒരു നടിയുണ്ട്. അത് ആ റോളിലേക്കായിരിക്കാം ഇത് കാസ്റ്റ് ചെയ്യപ്പെട്ടതെന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പിന്നീട് നമ്മൾ ആ തരത്തിലേക്കൊക്കെ ഉള്ളത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. അത് ഓഡിഷൻ എന്നൊക്കെയുള്ളത് പിന്നീട് പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നതിലും തർക്കമില്ലാതെ ഇവർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ ഇരവാദമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അതിലൊരു പക്ഷേ ഈ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അത്തരത്തിൽ ഞാൻ ഒരു ഇരയാണ് എന്ന രീതിയിൽ അദ്ദേഹം ലേബൽ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോ കേരളത്തിലെ സമൂഹം മുഴുവനും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടി അദ്ദേഹത്തിനെ മോശമാക്കാൻ വേണ്ടി അതങ്ങനെ എനിക്ക് തോന്നണില്ല. കാരണം അവർ ഇപ്പോ അത് വെളിപ്പെടുത്തിയത്, അത് 2009 വെളിപ്പെടുത്തേണ്ടതിന് പകരം ഇപ്പോ വെളിപ്പെടുത്തിയത് അതിന്റെ ഒരു പശ്ചാത്തലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം കൂടി, താങ്കൾ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം, സാങ്കേതികമായി നമുക്കും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളെ വേഗം ഈ ചർച്ചയിൽ നിന്ന് അത് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ശ്രീലേഖ മിത്ര ഈ സംഭവം ഇദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം അവരുടെ പ്രതികരണം, താങ്കൾ അവരുമായി സംസാരിച്ചോ ഫാദർ ഇതിനു ശേഷം? സമയത്ത് ഞങ്ങളെ മൂലമ്പള്ളി സമരത്തിന്റെ എനിക്ക് അവരെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ എനിക്ക് അവസരം ജോഷി ചേട്ടനാണ് അവരെ കൊണ്ടുവന്നത്, അവരോട് സംസാരിച്ച്. മാത്രമല്ല അവർ പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു പോയല്ലോ. ഒരു ദിവസം പോലും അവർ നിന്നില്ല. ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം താങ്കൾക്ക് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് രാജിവെച്ചതിന് ശേഷമുള്ള ശ്രീലേഖ മിത്രയുടെ പ്രതികരണം, തനിക്കതിൽ സന്തോഷമോ ദുഃഖമോ ഒന്നുമില്ല, ഇത് കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇദ്ദേഹം ഒരു നല്ല സംവിധായകനാണ്, അങ്ങനെ ഒരാൾ ഇല്ലാതാകരുത്, അദ്ദേഹം തുടരണം എന്ന തരത്തിലേക്കാണ്, മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ തനിക്കിതിൽ ലൈംഗികമായി തന്നെ ഇദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടില്ല, അദ്ദേഹം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരല്പം മയപ്പെടുത്തിക്കൊണ്ട് അവർ മറുപടി പറയുന്നുണ്ടോ ഇന്ന്? അല്ല, അവര് പറയുന്നത് തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങൾ തന്നെ എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ റേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും തീവ്രമായ ഏറ്റവും മോശപ്പെട്ട ഒരു ലെവൽ എത്തിയില്ലല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും അഭിലാഷ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി ഇതും ഒരു വലിയ തെറ്റ് തന്നെയാണ്, വളരെ ക്രിമിനൽ കുറ്റമാണ് എന്ന് അദ്ദേഹം അതെ, ചില സാങ്കേതിക പ്രശ്നം, റേഞ്ചിന്റെ ഇഷ്യൂ ആണ്. ശ്രീ രജി ലൂക്കോസ്, താങ്കൾ നേരത്തെ കൈ ഉയർത്തി ഞാൻ കണ്ടിരുന്നു. അത് കൂടാതെ ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ
അത് നേരത്തെ വന്ന ആരോപണമാണ്. മീറ്റു ആരോപണം ഉയർന്നു വന്ന 2018 പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ അവർ മറ്റൊരു വിധത്തിൽ അത് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എം മുകേഷിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല, ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് വിളിച്ചു വരുത്തി ഇവരെ ആരെന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോകുന്ന കാഴ്ചയാണോ നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്നൊരു സംശയമുണ്ട്. താങ്കൾ കൈ ഉയർത്തി എന്തിനാണ്? അതിനുകൂടി ചുരുക്കിയുള്ള മറുപടി. പെട്ടെന്ന് പറയാനുള്ള സമയത്തിനാണ്. അതായത് എം മുകേഷിന്റെ വീട്ടിലേക്കും അതുപോലെ രഞ്ജിത്തിന്റെ റിസോർട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും പ്രകടനം നയിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ആലപ്പുഴ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ച കോൺഗ്രസ്സുകാരെന്ന് ആവശ്യപ്പെട്ട എനിക്ക് സിദ്ദീഖിന്റെ വീട്ടിലേക്ക് ഇതുവരെ ഇന്നലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെ അവർ പ്രകടനം നയിച്ചില്ല. അതുപോലെ ഇടവേള ബാബു, അദ്ദേഹത്തിന് പേര് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇടവേള ബാബുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നടി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ ബാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഒരു പ്രകടനം നയിക്കുന്നത്? അയാൾ കോൺഗ്രസ്സുകാരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല വേദികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രത്യക്ഷപ്പെട്ടാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ജനപ്രതിനിധിയല്ലേ നിലവിൽ എം മുകേഷ് MLA ആണല്ലോ. അതിലേക്ക് വരാം. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. അപ്പൊ ഇവര് നടത്തുന്ന നാടകം എന്താണ്? ഇതിനകത്ത് താഴെ വീണിരിക്കുന്ന മുഖങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് അനുഭാവികളുടെയും ആണ്. ഇനി മുകേഷ് MLA കാര്യം 2018 വന്ന അന്നൊരു ചർച്ച ഞാൻ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന് അത് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വനിതയെ കണ്ടിട്ട് പോലില്ലെന്ന് പറഞ്ഞു. ഇനി കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കട്ടെ. എനിക്ക് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. അതായത് അതിനുള്ള 1 മിനിറ്റ് സമയം തരണം. ഇവിടെ ഈ ചർച്ചയിൽപ്പെട്ട പങ്കെടുത്ത ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വട്ടോളി എന്ന് പറഞ്ഞ അച്ഛൻ, ഞാൻ അദ്ദേഹത്തിന് ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? കേരളയിൽ പൊതുസമൂഹം മുഴുവനും സ്ത്രീ വിരുദ്ധരാന്ന് പറഞ്ഞു. ഇത് പറയാൻ എന്ത് ഡേറ്റ അദ്ദേഹത്തിന്റെ അടുത്തുള്ളത്? അത് എന്നെയും അനുജയോടൊപ്പം ജോലി ചെയ്യുന്ന പുരുഷന്മാരെയും ഈ കേരളത്തിലെ പുരുഷവർഗത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. അത് അദ്ദേഹം പിൻവലിക്കണം. കാരണം അദ്ദേഹത്തിനെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വൈദ്യൻ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. വൈദ്യരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമുള്ള ഞങ്ങളൊക്കെ. റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ അതൊക്കെ ആയിക്കോട്ടെ. ഈ ചർച്ച കാണുന്ന ജനങ്ങൾ കാണട്ടെ. കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലെ മുഴുവൻ ഇതുപോലെ ആക്ഷേപിക്കാൻ ഈ വൈദ്യൻ ആ ലൈസൻസ് കൊടുത്തത് അത് തെറ്റേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അത് അനുജ ശ്രദ്ധിച്ചില്ലേ? അനുജയെ ഒരു സ്ത്രീയല്ലേ? അനുജ ശ്രദ്ധിച്ചില്ലേ? ഇദ്ദേഹത്തിന് മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ആ പറഞ്ഞ സുമിത്ര മിത്ര എന്ന് പറയുന്ന നടി. ആദ്യം ഒരു ജോഷി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയെ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവർ ആശ്രയം ചോദിച്ച് പറയാൻ അദ്ദേഹം ഓടിയെത്തി അദ്ദേഹത്തിന് അവരെ സംരക്ഷിച്ചതാണ്. പിന്നീട് ഈ പുരോഹിതന്റെ അടുത്താണ് ഈ പരാതി കിട്ടിയിരുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് 2009 അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ എവിടെയോ പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തയെ കണ്ടു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഇത് ഒരു ഇത്രയ്ക്കും ക്രൂരമായ ഒരു നടപടി ഒരു ലേഡിക്കുണ്ടായി അവര് പരാതി പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരാൻ ചില നിയമ നടപടിക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം അന്ന് ഇവരോട് പറഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചല്ലോ. അതായത് വാർത്താ സമ്മേളനം നടത്താം, എന്ത് വേണമെങ്കിലും അതിന് കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ അവർ ഇവിടെ നിൽക്കാൻ പോലും തയ്യാറല്ല. അവർ അടുത്ത ദിവസം തന്നെ അവർ ഇവിടുന്ന് പോവുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് താനൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന്. ഡോക്ടർ ആശ പറയൂ. താങ്കൾ ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര പേരുടെ പേരുകളുണ്ട്? അതെല്ലാം ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിട്ട് താങ്കൾ അതിനെക്കുറിച്ചല്ല, താങ്കൾ ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ എന്തിനു കോർണർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ആശ പറയൂ. ഒരു കാര്യം, സിമ്പിൾ കാര്യം പറയാനുണ്ട്. ഹലോ, ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വട്ടോളി അച്ഛൻ മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമുക്ക് ഈ ഡേറ്റ മുഴുവനും CDS, അതായത് വളരെ കൃത്യമായിട്ട് ഇത് പഠിക്കുന്ന പല സ്ഥാപനങ്ങളിലും സോഷ്യോളജിസ്റ്റ്, എക്കണോമിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഡെവലപ്പ് ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ എങ്ങനെ പറയുന്നത്? ആരെയാണ് പേടിക്കുന്നത്? റെജി ലൂക്കോസ് സർ, ആരെയാണ് പേടിക്കുന്നത്? ഒരു കാര്യവുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഡാറ്റ അവൈലബിൾ ആണ്.
ഇവിടെ ഡേറ്റ അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രശ്നം ഡെവലപ്മെന്റ് പാരഡോക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് കൃത്യമായി വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീകൾക്ക് കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, അവർ അതിലൊക്കെ മെച്ചമാണ്, കേരളം അതിലൊക്കെ മെച്ചമാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ ആഹ്ലാദിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇല്ലാത്ത സ്ത്രീകളുടെ ഉന്നമനത്തിന് വിഘാതമായി നിൽക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷം വളരെ ഗൗരവമായിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഹൈ ആണ്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്നു. പക്ഷേ ഈ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്നവർ അത് അത്രയും അളവിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ കാര്യമായ ജോലികളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അല്ലാത്തവർ വീട്ടുജോലിയും കുട്ടികളെ നോക്കലുമായി കഴിയുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഈ പറയുന്ന വളരെ ഗൗരവപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കാര്യം, കേരളം ഇത്ര ഗംഭീരമായിട്ടുള്ള ഡെവലപ്മെന്റ് കോണ്ടെക്സ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ സ്ത്രീധനം മുതലായ കാര്യങ്ങൾ ഒരു കാരണവശാലും നിരോധിക്കപ്പെടുന്നില്ല. ആരും അത് വേണ്ട എന്ന് പറയുന്നില്ല. മൂന്നാമത്തെ കാര്യം, വളരെ വിഷയത്തിലേക്ക് ഒന്ന് വന്നാൽ ഇതിന്റെ പ്രസക്തി എനിക്ക് തീർച്ചയായും മനസ്സിലാവുന്നുണ്ട്. ഇല്ലില്ല ഡോക്ടർ ആശ, ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ ഈ കോൺക്ലേവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സിനിമ കോൺക്ലേവിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം AMM എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന തലത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അവർക്ക് വേണ്ടിയുള്ള അനീതിക്കെതിരെയുള്ള പടപൊരുതലാണ് എന്നൊക്കെ പറയുമ്പോഴും ഇനിയിപ്പോൾ ഇതിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ഓരോന്നോരോന്നായി. ഇനി നാളെ എന്ത് വരും എന്ന് ആണ് നമ്മൾ ഈ ഇരിക്കുന്ന, എന്ത് വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ തരത്തിലേക്ക് നോക്കുമ്പോൾ ഈ സംഘടന ഈ നിലയ്ക്ക് അതിന് പ്രസക്തി ഉണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു നേതൃത്വം സംഘടനയ്ക്ക് പ്രസക്തി ഉണ്ടാകും, പക്ഷെ അതെ, പക്ഷെ ഈ തരത്തിലേക്ക് ഒരു നേതൃത്വം, ഇപ്പൊ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു നേതൃത്വത്തെ കൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയുടെ പ്രസക്തി എന്താണ്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വളരെ പെട്ടെന്ന് പറയാവുന്നത്, ഇവിടെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഒരു സംഘടനാപരമായിട്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കാത്ത സംഘടനകളാണ്. ഇപ്പോൾ AMM എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മറ്റൊന്ന് ഫെഫ്ക എന്ന് പറയുന്ന യൂണിയനാണ്. അതിലെ കാര്യങ്ങൾ നമുക്കറിയാൻ അത്രയും കൃത്യമായിട്ട് അങ്ങനെയല്ല എന്ന് വിചാരിക്കാം. അവർ കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിലാണ് എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷനോ അതാത് പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു രീതി ഇവിടെ ഉയർന്നു വരികയും ഡെമോക്രസി, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത, ചുമതലാബോധം, ഉത്തരവാദിത്തം, ഇതൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതാക്കൾക്ക് ഇതൊക്കെ ഉണ്ടാവേണ്ട വളരെ അത്യാവശ്യമാണ്. അവരിതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ കൂടെയുള്ള ആൾക്കാരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ബോധമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇവർക്ക് നേരത്തെ പറയാൻ സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും ഒന്നല്ലല്ലോ, എത്രയോ വർഷമായി ഈ കാര്യം. അത് ഇങ്ങനെ അവരവരുടെ ഉള്ളിൽ ആത്മാർത്ഥതയോടെ ചോദിച്ചിട്ട് ഇവിടെ ആത്മാർത്ഥതയും സുതാര്യതയും എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി വളരെ ചുരുക്കി ശ്രീ റെജി ലൂക്കോസ്, വളരെ ചുരുക്കി, നമ്മുടെ സമയം കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഇതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. നിയമ നടപടിയിലേക്ക് സർക്കാർ പോകുമോ? രഞ്ജിത്തിനെതിരെ ഇപ്പോൾ M മുകേഷിനെതിരായ വെളിപ്പെടുത്തൽ അത് കഴിഞ്ഞ് കുറെ കാലങ്ങളായുണ്ട്, അത് വീണ്ടും പൊങ്ങി വരികയാണ്. ഇനി സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത്. സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് താങ്കൾ കരുതുന്നത്? ചുരുങ്ങിയ മറുപടി. തീർച്ചയായിട്ടും നിയമ നടപടിയിലേക്ക് നമ്മുടെ പോലീസ് കടന്നു കഴിഞ്ഞു അനുജി, അതിന് യാതൊരു തർക്കമില്ല. എല്ലാവർക്കെതിരെയും ചിലർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ, പഞ്ചായത്ത് പോലെയുള്ള ഭരണകൂടങ്ങളിൽ 50% സ്ത്രീകളാണ് നമ്മുടെ കുടുംബശ്രീകളും. ലോകത്തിൽ ഇത്രയ്ക്കും സ്ത്രീ ശാക്തീകരണം നടന്നൊരു സംഭവമില്ല. അതുകൊണ്ട് ഒരു പുരുഷവിരുദ്ധ നിലപാടുമായിട്ട് വരരുത്, തെറ്റാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ടീച്ചറോട്, അതൊരിക്കലും ചെയ്യരുത്. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് നമ്മളൊരു കാര്യത്തിലേക്ക് കേന്ദ്രീകൃതമായി സംസാരിക്കുമ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പൊ ഈ രഞ്ജിത്തിന്റെ കാര്യത്തിലൊക്കെ ഇത് തൽക്കാലം രാജിവെക്കുന്നു, അതോടെ അത് അവസാനിക്കുന്നു എന്ന് നമ്മൾ കരുതണമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഒരിക്കലും കരുതേണ്ട നിയമ നടപടികൾ ഷുഡ് ബി ദെയർ. അത് ഉറപ്പായിട്ട് വന്നിരിക്കും. അത് സർക്കാർ അതിനോട് നീങ്ങുന്നുണ്ട്. പോലീസ് തന്നെ അവരെല്ലാം തേടിയതായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ അതുപോലെ തന്നെ ഇപ്പോ മനസ്സിലാക്കുന്നത് ഈ വാർത്തകളിലൂടെ. സിദ്ദിഖിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും എത്ര ഹീനമായ ഉപദ്രവമാണ് തനിക്ക് നേരിട്ടതെന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടല്ലോ. അപ്പോഴൊക്കെ അതിൽ എന്താണ് ഇനി സർക്കാർ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളൊക്കെ നോക്കുന്നത്. അല്ലാതെ സർക്കാരിനെ വിട്ടുകൊടുക്കും. സർക്കാർ ചെയ്യും. സിദ്ദിഖിന്റെ കാര്യത്തിൽ കേസായി കഴിഞ്ഞു. നിയമ നടപടി മസ്റ്റായിട്ട് വരും. അത് ഒരിക്കലും പിന്മാറത്തില്ല ഒരു ഗവൺമെന്റ് അങ്ങനെ പിന്മാറാൻ പറ്റില്ല. സ്വാഭാവികമായ നടപടിയാണ് അത്. നമ്മുടെ നിയമസമിതിയുടെ സ്വാഭാവിക നടപടിയാണ്. അവർക്ക് അവരുടെ നിരപരാധി തെളിയിക്കാനുള്ള അവസരമുണ്ട്. അവർ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഫോമേഷൻ കേസ് കൊടുക്കാം ഈ ആരോപണത്തിനെതിരെ. അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ നാട്ടിലുണ്ട്. അവിടെ സർക്കാരിനെ കാര്യം പഠിക്കണ്ട. ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലുകളിലെല്ലാം കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതും വാർത്തകൾ വരുന്നതും. അത് ഇങ്ങനെ തന്നെ തുടരട്ടെ, ഒരു തത്വമല്ല കാര്യത്തിൽ. അതിന്റെ പേരിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെ അടച്ചാക്ഷേപിക്കുന്ന തെറ്റാണ്. അതുപോലെ സിനിമയെ ആക്ഷേപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സിനിമയെ നിലനിൽക്കണം. ഇപ്പൊ ടീച്ചറോട് ഞാൻ പറഞ്ഞു വിത്ത് ഡ്യൂ റെസ്പെക്ട്, എനിക്ക് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ എത്രയോ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഒരു പാഷനായിട്ട് അവർ എത്രയോ നല്ല സിനിമകൾ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ കൊണ്ടുവന്നിട്ടുണ്ട്. പാൻ ഇന്ത്യ ലെവലിലേക്ക് നമ്മൾ മലയാള സിനിമ ഉയർന്നതിന്റെ പിന്നിൽ നമ്മുടെ വനിതകൾ ഉൾപ്പെടുന്ന യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. അവരെല്ലാവരും ഇങ്ങനെ ശ്രീപീഡകരായിക്കൊണ്ടിരിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. അവരൊക്കെ എത്ര കാര്യമായിട്ട് അവർ പരസ്പരം മിങ്കിൾ ചെയ്യുന്നത്. നമ്മുടെ തെരുവിലേക്ക് നോക്കും, നമ്മുടെ കുട്ടികളെല്ലാം പരസ്പരം സംസാരിച്ചും അവർ വളരെ ആഘോഷമായിട്ട് പോകുന്നത്. അവിടെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഒരു പാർഷ്യലായിട്ട് വിമർശിക്കരുത്. ഐ റിക്വസ്റ്റ് ഞാൻ ടീച്ചറോട് ഞാനങ്ങനെ റിക്വസ്റ്റ് ചെയ്യാത്തതാണ്. പാർഷ്യലായിട്ട് നിങ്ങൾ വിമർശിക്കരുത്. കാരണം മാധ്യമ മേഖലയിൽ പോലും ഉദാഹരണം പറയും, എത്രയോ വനിതകള് ഇന്ന് എത്രയോ ദുർഘട സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ മുണ്ടക്കയിലെ ദുരന്ത മേഖലയിൽ പോലും നമ്മുടെ വനിതാ മാധ്യമ പ്രവർത്തകർ വഴി ലോകത്തിനോട് പറഞ്ഞത് നമ്മളെ കാണിച്ചൊക്കെ വളരെ ശ്ലാഘനീയമല്ലേ? അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കോർണർ ചെയ്യരുത്. ശരി, ഇപ്പോൾ ഇതിൽ അതിജീവിതയുടെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയുടെ ഒരു പോസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവർ പറയുന്നത് അത് ചെഗുവേരയുടെ ഒരു വാചകം പങ്കുവെച്ചുകൊണ്ടാണ്. എബവ് ഓൾ ഓൾവേസ് ബി കേപ്പബിൾ ഓഫ് ഫീലിംഗ് ഡീപ്ലി എനി ഇൻജസ്റ്റിസ് കമ്മിറ്റഡ് അഗൈൻസ്റ്റ് എനിവൺ എനിവെയർ ഇൻ ദ വേൾഡ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും നമ്മളുടെ ഈ ചർച്ച ഇന്നിവിടെ അവസാനിക്കുന്നു. ഈ വിഷയം വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്. ഇനി